ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷാണ് അന്വേഷണത്തിന് നേതൃത്വം വഹിക്കുന്നത്. പ്രതി സഞ്ചരിച്ച വാഹനം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, ഇന്നലെ ഉച്ച കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഈ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇത് സംഭവിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പകൽക്കൊള്ള നടന്നിരിക്കുന്നു. പ്രതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? പ്രതി കേരളം വിട്ടു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ എത്തുന്നുണ്ട്. അതുപോലെ ഈ സ്കൂട്ടർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. ഏത് രീതിയിലാണ് ആയിരിക്കും ഇന്നത്തെ ഒരു അന്വേഷണം? പഴുതടച്ച അന്വേഷണം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും സ്മിത, അതായത് ഇന്നലെ ഈ മോഷണം നടത്തിയത് ഒരാൾ മാത്രമാണെങ്കിൽ ഇയാൾക്ക് ഈ മറ്റിടങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ സ്കൂട്ടർ ഇത്രയും നേരം കണ്ടെത്താത്തതിന് കാരണം ഈ പ്രതി ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ പ്രതിക്ക് മറ്റൊരു സഹായം കൂടി ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിനിടയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതി ഈ സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്ന ഒരു സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുകയും ചെയ്തിരുന്നു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളടക്കം, അതായത് ഈ ബാങ്കിലെ മാത്രമല്ല അനുബന്ധ CCTV ദൃശ്യങ്ങളടക്കം എടുത്തെങ്കിലും ഈ പ്രതിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ഹെൽമറ്റിനൊപ്പം തന്നെ ഈ കൂളിംഗ് ഗ്ലാസ് അടക്കം വെച്ചായിരുന്നു ഈ പ്രതി ബാങ്കിലെത്തിയതും പിന്നീടുള്ള യാത്ര തുടർന്നും എല്ലാം അത്തരത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ നമ്പറും കൃത്യമായി ലഭിക്കാത്തതാണ് ഈ പ്രതിയിലേക്ക് എത്താൻ ഒരു തരത്തിലുള്ള സൂചനയും ലഭ്യമാകാത്തതിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് ചാലക്കുടിയിലെ വിവിധ മേഖലകളിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ വണ്ടിയുടെ നമ്പർ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്പർ കണ്ടെത്തുക, സമാന്തരമായി പ്രതിയിലേക്ക് എത്താവുന്ന മറ്റു സൂചനകൾ കൂടി കണ്ടെത്തുക, നേരത്തെ ബാങ്കിൽ വന്ന CCTV ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിച്ച് അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചും ഇന്ന് പരിശോധന നടത്തും എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം അറിയിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളവും സംസ്ഥാനത്തിന് പുറത്തേക്കും ഈ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതാ ശരി, സൂരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും ഈ അന്വേഷണം അതിൻ്റെ കൂടുതൽ പുരോഗതി ഉണ്ടാകും. പ്രതി സഞ്ചരിച്ച വാഹനം കണ്ടെത്തേണ്ടതുണ്ട്. ഇനി അഥവാ ട്രെയിനിലോ മറ്റോ കയറി പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷണം. നമ്മൾ ഇന്നലെ തന്നെ അത് പറഞ്ഞിരുന്നു. ഇതൊരു ദേശീയപാതയുടെ സൈഡിലായതുകൊണ്ട് തന്നെ ഏത് വശത്തേക്ക് വേണമെങ്കിലും പെട്ടെന്ന് പോയി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകളിൽ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും എറണാകുളത്തേക്ക് കടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്തെ വശത്തേക്ക് പോയിട്ടുണ്ടോ, ഇനി ട്രെയിൻ കയറി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ, ആ രീതിയിൽ അന്വേഷണം കേന്ദ്രീകരിക്കും.